+2 അക്കൗണ്ടൻസി AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അത് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓണം എക്സാമിന് നല്ല രീതിയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അതിലെ കുറച്ച് പോർഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോർഷൻസുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈ വരുന്ന ഞായറാഴ്ചയുള്ള എജുപോർട്ടിൻ്റെ +2 ലൈവിൽ ലിബാൻ സാർ വരും. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞു പോർഷൻസ് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഓണേഴ്സ് ആണോ, ക്രെഡിറ്റേഴ്സ് ആണോ, എംപ്ലോയീസ് ആണോ, കസ്റ്റമേഴ്സ് ആണോ? കമ്പനിയുടെ കടക്കാരാണ്, ക്രെഡിറ്റേഴ്സ് ആണ്. സോ ഈ ഒരു കമ്പനി കടം വാങ്ങിയതാണ് ആരുടെ? ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ. ഇനി എന്താണ് നമ്മുടെ ഒരുപാട് ഐറ്റംസ് ഫിൽ ദ സീരീസ്. ഇത് വേണ്ട, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാം, ഈ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോർഷൻസ് ചെയ്യാണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാണ്ട് നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനിയിലെ ഡിബഞ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യും, വെറുതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? എന്ത് ടൈപ്പ് ഓഫ് ഡിബഞ്ചർ എന്നാ പറയാം? ബിയറർ ഡിബഞ്ചർ എന്നാ പറയാം. ഇനി ഡിബഞ്ചർ ഒരാളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതെന്തായിരിക്കും? രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ഡിബഞ്ചേഴ്സിന് പല ടൈപ്പ് ഉണ്ട്. ഒന്നെന്താ, സെക്യൂർഡ് ഉണ്ട്, അൺസെക്യൂർഡ് ഉണ്ട്. നമ്മളൊരു ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണല്ലോ. കടപ്പത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇത്ര രൂപ നിങ്ങളുടെ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യും, ഒരു മുദ്രപത്രത്തിലൊക്കെ എഴുതിയിട്ട് ഒരു ഡോക്യുമെൻ്റ് ആണ്. സോ ആ ഡോക്യുമെൻറ്റ് പല ടൈപ്പ് ഉണ്ട്. ഒന്ന് സെക്യൂർഡ്, അഥവാ ഈ കടം വാങ്ങിയതിന് എന്തുണ്ടാകും, അവർ സെക്യൂരിറ്റി പണയം ഉണ്ടെങ്കിൽ അതിന് സെക്യൂർഡ് ഡിബഞ്ചർ എന്നാണ് പറയാം. പണയം അല്ലെങ്കിൽ എന്തായിരിക്കും? അൺസെക്യൂർഡ് ഡിബഞ്ചറാണ്. ഇനി ഈ ഡിബഞ്ചർ നമ്മൾ ഇന്ന കാലത്തിനുള്ളിൽ തിരിച്ചടക്കണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? റിഡീമബിൾ ആയിരിക്കും. ഇനി ഇന്ന കാലയളവിനുള്ളിൽ തിരിച്ചടക്കണം എന്നില്ലെങ്കിൽ അത് ഇറിഡീമബിൾ ആയിരിക്കും. ഇറിഡീമബിൾ എങ്ങനെയായിരിക്കും? നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ദെൻ കൺവേർട്ടിബിൾ ആൻഡ് നോൺ കൺവേർട്ടിബിൾ. എന്താ, ഈ ഡിബഞ്ചറിനെ മറ്റെന്തെങ്കിലും ആക്കി അഥവാ ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? കൺവേർട്ടിബിൾ ആണ്. ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നോൺ കൺവേർട്ടിബിൾ ആണ്. ദെൻ സ്പെസിഫിക് ആൻഡ് സീറോ കൂപ്പൺ റേറ്റ്, അഥവാ ഡിബഞ്ചർ ഒരു ശതമാനം ഉണ്ടാവും, ഇത്ര ശതമാനമായിരിക്കും ഡിബഞ്ചറിന് പലിശ ഇൻട്രസ്റ്റ് കിട്ടുക. ഇനി ശതമാനം അല്ലെങ്കിൽ അത് സീറോ കൂപ്പൺ റേറ്റ് ആയിരിക്കും, അഥവാ സീറോ ആയിരിക്കും അതിന് ശതമാനം. അപ്പം ഈ സീറോ കൂപ്പൺ റേറ്റ് എങ്ങനെയായിരിക്കും നമുക്ക് മുതലാവുക? ആ മുതലാവുന്നത് എങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ലൈവിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യും. രജിസ്റ്റേർഡ് ബിയർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ സർട്ടിഫിക്കറ്റ് ഞാൻ നിനക്ക് തന്നു, അപ്പോൾ ഈ ഡിബഞ്ചർ ഞാൻ കൈമാറി. ഇനി അയാളാണ് അതിൻ്റെ ഓണർ. ഇനി ഞാൻ കൈമാറിയാലും ഈ കൈമാറ്റം നടക്കൂല. കാരണം എന്താ, ഈ ഡിബഞ്ചർ എൻ്റെ പേരിൽ രജിസ്റ്റേർഡാണ്. അങ്ങനെയാണെങ്കിൽ അത് രജിസ്റ്റേർഡ് ഡിബഞ്ചറാണ്. അല്ലാതെ വെറുതെ കൈമാറ്റം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബിയറർ ഡിബഞ്ചറാണ്. ഇനി ഡിബഞ്ചറും ഷെയറും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു തിയററ്റിക്കൽ പോർഷൻ. എന്താ, ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഓണേഴ്സിൻ്റെ ക്യാപിറ്റലാണ്. പക്ഷേ ഡിബഞ്ചേഴ്സ് എന്താ, ബോറോഡ്, കടം വാങ്ങിയ കാര്യമാണ്. ഷെയർ നമുക്ക് ഡിവിഡൻഡ്, പ്രോഫിറ്റിൻ്റെ ഷെയർ ഡിവിഡൻഡാണ് കിട്ടുക. ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ്, അതിൻ്റെ പലിശയാണ് കിട്ടുന്നത്. ദെൻ ഷെയർ തിരിച്ചടക്കുന്നത് നിർബന്ധമല്ല, കാരണം കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഷെയർ തിരിച്ചടക്കുന്നത്. പക്ഷേ ഈ ഡിബഞ്ചർ എക്സ്പയർ ആയാൽ, അത് റിഡീമബിൾ ആണെങ്കിൽ അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ആയ സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചടക്കണം. ഷെയർ ഓണേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, അതിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. കമ്പനിയുടെ തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും അവകാശവും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. പക്ഷേ ഇവർക്ക് എന്ത്, ഡിബഞ്ചേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവില്ല. ഇനി ഷെയർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ത്, ഷെയറിനെ ഡിബഞ്ചറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഷെയർ കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഡിബഞ്ചർ എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്താണ്, കൺവേർട്ടിബിൾ ഡിബഞ്ചറാണ്. ഷെയറിന് ഒരിക്കലും സെക്യൂരിറ്റി ഉണ്ടാവില്ല. നഷ്ടം വന്നാൽ ഷെയറിന് പൈസ അങ്ങ് പോകും. പക്ഷേ ഡിബഞ്ചറിന് സെക്യൂർഡ് ആണെങ്കിൽ അതെന്താണ്, നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാകും. ജനറലി അത് സെക്യൂർ ആയിരിക്കും. സെക്യൂർഡ് അല്ലെങ്കിൽ എന്തായിരിക്കും, അത് അൺസെക്യൂർഡ് എന്തായിരിക്കും, ഡിബഞ്ചർ ആയിരിക്കും. ദെൻ ഡിബഞ്ചറുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്, ഒരു സിമ്പിൾ ജേർണൽ എൻട്രി കൂടി നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്തു, 5000 8% ഡിബഞ്ചർ എന്ത് ചെയ്തു, പാറിന് ഇഷ്യൂ ചെയ്തു. ഇനി 5000 ഡിബഞ്ചേഴ്സ് 100 രൂപ വീതം നമ്മൾ എന്ത് ചെയ്തു, പ്രീമിയം 10% പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തു. എന്നിട്ട് അത് എന്ത് ചെയ്തു, റിഡീമബിൾ അറ്റ് പാറാണ്. അതിൻ്റെ ജേർണൽ എൻട്രി എന്താണ്, ഇഷ്യൂഡ് അറ്റ് പാറാണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ടാണ്. അഥവാ ആക്ച്വലി ഈ 5000 × 100 രൂപ എത്ര, 5 ലക്ഷം രൂപയാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ. ആ വാല്യൂവിൽ തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്തത്. അഥവാ ഡിബഞ്ചർ ഓഫ് 100 ഇഷ്യൂഡ് അറ്റ് പാറിന് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ. നമ്മൾ ബാങ്കിലേക്ക് പൈസ കിട്ടി, നമ്മുടെ ബാങ്കിലേക്ക് പൈസ കിട്ടി. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ. എന്താ, ഇത് ലയബിലിറ്റി അല്ലേ. സോ ലയബിലിറ്റി എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. സോ 5 ലക്ഷം. രണ്ടാമത്തെ കേസ് കൺഫ്യൂസിങ് ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് എന്താണ്, പ്രീമിയം 10%. ഈ ഡിബഞ്ചർ വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, 10% പ്രീമിയം തരണം. അപ്പം 100 രൂപ വിലയുള്ള ഡിബഞ്ചറിന് 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 110 രൂപ ഉണ്ടാവും. അപ്പം 5000 പേര് 110 രൂപ തരണം, എന്നാലേ ഡിബഞ്ചർ തരുള്ളൂ. സോ 5000 × 110 എത്ര, 5,50,000. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 5,50,000 കിട്ടും. ടു ഡിബഞ്ചർ അക്കൗണ്ട്, ഡിബഞ്ചറിലേക്ക് എത്രയാണ്, ഡിബഞ്ചറിൽ ഈ 110 രൂപയുടെ അല്ല 100 രൂപ ഡിബഞ്ചറിൻ്റെ വാല്യൂ, 10 രൂപ എന്താ പ്രീമിയം ആയിട്ട് കിട്ടില്ല, നമ്മുടെ ലാഭമാണ്. അപ്പോൾ 100 × 5000 5 ലക്ഷം. 5 ലക്ഷം ഡിബഞ്ചർ ഉണ്ട്. ബാക്കി
10,000 50,000 എന്താ സെക്യൂരിറ്റീസ് പ്രീമിയം. നമ്മൾ പ്രീമിയം ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയം അഥവാ എന്താ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള സെക്യൂരിറ്റി പ്രീമിയം നമ്മുടെ ലാഭമാണ്. സോ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതെന്ത് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഡിബഞ്ചർ ശരിക്കും 5 ലക്ഷം ഉള്ളൂ. ഈ 5 ലക്ഷത്തിന് ഡിബഞ്ചറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു 5,50,000 വാങ്ങി ആൾക്കാരുടെ അടുത്ത്. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷത്തിന് കടപ്പത്രം തരാം, പക്ഷേ നിങ്ങൾ ഞാൻ 5,50,000 വാങ്ങും, എന്നാലേ ഈ കടപ്പത്രം തരുള്ളൂ. നഷ്ടം ആർക്ക്? അവർക്ക് നഷ്ടം, നമുക്കതെന്താണ് ലാഭമാണ്. സോ ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും ഈ വരുന്ന ഞായറാഴ്ചത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യാം. മക്കളെ എല്ലാവരും കൂട്ടി വരാം. സെറ്റ്.